കേരള സംസ്ഥാനത്ത് പിണറായി സ്തുതി നടത്തിയില്ലെങ്കിൽ പിണറായിയുടെ ദുഷ്ചെയ്തികളെ വിമർശിച്ചാലുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത്. സത്യം വിളിച്ചു പറയുന്ന ഒരു മാധ്യമത്തിന് കേരളത്തിൽ നേരിടേണ്ടി വരുന്ന ഭരണകൂട ഭീകരതയാണിപ്പോൾ നാം കണ്ടത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്കെതിരെ 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് എന്നെ ജയിലിൽ അടയ്ക്കുവാൻ ശ്രമിച്ചത്. ഞങ്ങൾ ഇക്കഴിഞ്ഞ 3-ാം തീയതി ആ ദുരന്താശ്വാസം ഇങ്ക്ടുത എന്ന തലക്കെട്ടോടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ആഹ്വാനത്തോട് ജനങ്ങൾക്കുള്ള പ്രതികരണമായിരുന്നു വാർത്തയായി നൽകിയിരുന്നത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് പ്രതികരിച്ചത്. അത് മുഖ്യമന്ത്രിയെ അപമാനിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തത്. വീണ്ടും ഞാൻ പറയട്ടെ, ഈ വാർത്തയിലൂടെ ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിച്ചിട്ടില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് വയനാട് പുനരുദ്ധാരണത്തിനായി മാത്രം ഒരു അക്കൗണ്ട് തുറക്കണമെന്നും ആ പണം ഉപയോഗിച്ച് സുതാര്യമായി അർഹരായവർക്ക് എത്രയും വേഗം സഹായം നൽകണം എന്നും മാത്രമാണ്. ഞങ്ങൾക്ക് പിണറായി വിജയനോട് പറയുവാനുള്ളത്, സത്യം പറഞ്ഞ് അതിൻ്റെ പേരിൽ ജീവൻ പോകുന്നതിലോ ജയിലിൽ പോകുന്നതിനോ ഭയമില്ലാത്ത ഞങ്ങളെ നിങ്ങൾ വെറുതെ കേസെടുത്ത് വിരട്ടാമെന്ന് കരുതേണ്ട. നിങ്ങൾ നിയമത്തെ ദുരുപയോഗം ചെയ്ത് ഞങ്ങളെ വിരട്ടാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ ദൗത്യം ഇനിയും തുടരുക തന്നെ ചെയ്യും. പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, താങ്കൾ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഉത്തര കൊറിയയെ ഭരിക്കുന്ന കിം ജോങ് ഉൻ അല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം മുഖ്യമന്ത്രി വിമർശനാതീതൻ അല്ല എന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത് പബ്ലിക് മണി എങ്ങനെ ഉപയോഗിക്കണം എന്നത് മാത്രമാണ്, അല്ലാതെ താങ്കളുടെ പിതാവ് മുണ്ടയിൽ കോരൻ്റെ തറവാട്ട് സ്വത്ത് എങ്ങനെ വീതം വെക്കാം എന്നായിരുന്നില്ല. പിണറായി വിജയ, താങ്കൾക്ക് കറുത്ത തുണി കണ്ടാൽ പേടി, മൈക്ക് കൂവിയാൽ പേടി, 40 അകപ്പടി വാഹനങ്ങൾ ഉണ്ടെങ്കിലും പേടി, സത്യം വിളിച്ചു പറയുന്നത് കേട്ടാലും പേടി, എന്നിട്ട് ഇരട്ടച്ചങ്കനാണ് പോലും. ഇരട്ടച്ചങ്കൻ. വിജയന്റെ വിരട്ടൽ താങ്കളുടെ ഭാര്യ കമലയുടെ അടുത്തും മക്കളുടെ അടുത്തും വേണമെങ്കിൽ മരുമകൻ ചക്കൻ്റെ അടുത്തും ആവാം. കേരള സംസ്ഥാനം താങ്കൾക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഞങ്ങളുടെ ഓഫീസിലെ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകുവാൻ അവയൊന്നും കമലയുടെ പെൻഷൻ കാശ് കൊണ്ടോ താങ്കളുടെ മകൾക്ക് കരിമണൽ കർത്ത നൽകിയ സർവീസ് ചാർജ് കൊണ്ടോ മേടിച്ചതല്ല, അത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് എന്ന് അറിയുക. നമസ്കാരം. ഇതാ പിണറായി വിജയൻ I2I സുനിലിൻ്റെ ഓഫീസിലും എത്തിയിരിക്കുന്നു. പോലീസിനെ അയച്ച് ആദ്യം സുനിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി അവിടെയുള്ള കമ്പ്യൂട്ടർ അടക്കമുള്ള ലാപ്ടോപ്പ് അടക്കമുള്ള സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ പിണറായി വിജയ സുനിലിനെ തളർത്താൻ പറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ലെ അദ്ദേഹം വായടച്ച് പിടിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. താങ്കൾ മനസ്സിലാക്കുക, സുനിൽ 10 മടങ്ങ് ശക്തനായി താങ്കൾക്കെതിരെ ഗർജിച്ചിരിക്കും, പോരാടിയിരിക്കും. ഇതൊരു സുനിലിൻ്റെ കഥയല്ല. കേരളത്തിൽ ഇപ്പോൾ താങ്കൾ ഏകദേശം 40-50 പേരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുത്ത ആൾക്കാർക്ക് ഒന്നും തന്നെ താങ്കളെ പേടിയില്ല, മാത്രമല്ല താങ്കളെ പച്ചത്തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചത്തെറി വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് പോലീസ് ചെയ്യേണ്ടത്? കേസെടുക്കേ. പോലീസിന് കേസെടുക്കാൻ അധികാരമില്ല എന്ന് എൻ്റെ കാര്യത്തിൽ എനിക്കെതിരെ 153 പ്രകാരം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസെടുക്കുകയും എറണാകുളം ACGM കോടതി ആ കേസിൽ കൃത്യമായി പറഞ്ഞു, എടുത്തുകൊണ്ടുപോയ കമ്പ്യൂട്ടറെല്ലാം നന്ദകുമാറിൻ്റെ ഓഫീസിൽ കൊണ്ടുകൊടുക്ക്. ആ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല 153 പ്രകാരം. പിണറായി വിജയന് വേണമെങ്കിൽ കോടതിയിൽ പോയി കേസ് കൊടുക്കാം. അല്ലാതെ പിണറായി വിജയ ഈ വിരട്ടൽ കൊണ്ടൊന്നും സുനിലല്ല കേരളത്തിൽ ഒരാളെയും താങ്കൾക്ക് പേടിപ്പിച്ച് നിർത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ താങ്കളൊരു വിഡ്ഢികളുടെ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതേണ്ടി വരും. വിഡ്ഢികളുടെ ലോകത്തല്ല സഞ്ചരിക്കാൻ താങ്കൾക്ക് ബോധം വേണ്ടേ? മാനസിക നില തെറ്റിയിരിക്കുകയാണ്. മാനസിക നില ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് പിണറായി വിജയൻ്റെ സ്ഥിതി. ദുരിതാശ്വാസ ഫണ്ട് മുമ്പ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇനി ആളുകൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. കാരണം താങ്കൾ മുമ്പ് മോഷ്ടിച്ചത് കൊണ്ടാണ്, നിരന്തരമായി മോഷ്ടിച്ചുകൊണ്ടാണ്. താങ്കൾ മാത്രമല്ല, താങ്കളെ കൂട്ടത്തിലുള്ള താങ്കളെ ഗുണ്ടാ മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകളും ചേർന്ന് കണ്ട് കോടാനുകോടി രൂപയാണ് അടിച്ചു മാറ്റിയത്. ദുരിതാശ്വാസ നിധിയുടെ പേരിൽ നടത്തിയ ആ ഞെട്ടിക്കുന്ന കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ I2I സുനിലിൻ്റെ കാര്യം പറയാം. അദ്ദേഹം പച്ചയ്ക്ക് താങ്കളെ പറഞ്ഞതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലീസ് കയറിയതിൻ്റെ രംഗങ്ങളാണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ ഞാൻ വീണ്ടും കൊടുക്കുന്നത് അദ്ദേഹം ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കള്ളക്കേസ് എടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരിലെടുത്തിരിക്കുന്ന ആ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ കാണിക്കുകയാണ്. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിനെതിരെയും വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല, വലിയ പൊളിറ്റിക്കൽ ഫണ്ടിംഗ് കൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലിൽ ഇരുന്ന് പോലും മുഖ്യമന്ത്രിയെ കൊലവിളിക്കുകയാണ്. ആത്മാഭിമാനമുള്ളവരായിരുന്നെങ്കിൽ പോയി ചത്തു കളഞ്ഞേനെ ഇത് കേട്ട. കാരണം ഉത്തരം മുട്ടിക്കുന്ന ചോദ്യശരങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുറുക്കി കൊടുത്ത് സാധാരണ ജനങ്ങൾ നൽകുന്ന പണം അങ്ങനെയല്ല. അവരുടെ പണം നഷ്ടപ്പെട്ടാൽ യാതൊരു ഉറപ്പുമില്ലാതെ വെട്ടിത്തിന്നാൽ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് ജനങ്ങൾക്ക് പ്രതികരിക്കുന്ന വിഷയം ഇതാണ്: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിമർശനാതീതമോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ നിങ്ങളുടെ മുൻകാല അനുഭവം എന്താണ്? ഇനിയും നാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് പണം നൽകണം. നേരിട്ട് നമുക്ക് എങ്ങനെ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാം? യഥാർത്ഥത്തിൽ ആരാണ് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ? നിങ്ങളുടെ പ്രതികരണത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ വീഡിയോയിൽ എവിടെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റുന്ന ഒരു വരിയെങ്കിലും? താങ്കളെ വിമർശിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ. താങ്കളെ വിമർശിക്കാൻ എല്ലാ അധികാരവും ഞങ്ങൾക്കുണ്ട്. താങ്കൾ തട്ടിപ്പ് നടത്തി വിളിച്ചു പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ പേരിൽ ഇപ്പോൾ ഒന്നും കേസെടുക്കാത്തത്? കൃത്യമായി കോടതി വിധി എൻ്റെ പേരിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ പിണറായി വിജയനെ വിമർശിച്ചാൽ അല്ലെങ്കിൽ ആരെയെങ്കിലും വിമർശിച്ചാൽ അവർക്കെതിരെ പോലീസിന് എനിക്കെതിരെ പറഞ്ഞ ആൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. അത് കൃത്യമായ കോടതി വിധിയാണ്. ഈ കോടതിയുള്ള വിധിയുള്ള സമയത്താണ് കേരളത്തിലെ താങ്കൾക്കെതിരെ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ എല്ലാം കേസെടുത്ത് ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ താങ്കൾക്കെതിരെ ഇവരെല്ലാവരും 10 മടങ്ങ് ശക്തിയോടുകൂടി പ്രതികരിക്കാൻ പോവുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുക. ഇവരെല്ലാവർക്കും വേണ്ട സഹായം ഞാൻ ചെയ്തു കൊടുക്കും. കാരണം ഞാനാണ് ആദ്യം തന്നെ ഈ കേസിൽ പെട്ട ആൾ. പക്ഷേ എന്നെ തൊടാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. കാരണം കോടതി കൃത്യമായി പറഞ്ഞു, പിണറായി വിജയനെ വിമർശിക്കാൻ എല്ലാ അധികാരം ക്രൈമിനുണ്ട്. പിണറായി വിജയനെതിരെ വിമർശിച്ചതുകൊണ്ട് കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല. അടിവരയിട്ടുള്ള ഓർഡറാണത്. ആ ഓർഡർ ലംഘിച്ച് ഏതെങ്കിലും പോലീസുകാരൻ കേസെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ഈ പറയുന്ന 40 പേരും ഈ കേസെടുത്ത കള്ളക്കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താൽ എന്ത് ചെയ്യും? കൊടുത്തല്ലേ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയിട്ടുണ്ട് 3 ലക്ഷം രൂപ കള്ളക്കേസ് എടുത്തതിന്. ഇപ്പോൾ പി ശശിയും DGP പത്മകുമാറും അതേപോലെ ശോഭന ജോർജും തെക്കും വടക്കും ഓടുകയാണ് എൻ്റെ കേസിൽ. അവർ പ്രതികളാണ്. തിരുവനന്തപുരം CJM കോടതി എടുത്ത കേസിൽ അവർ പ്രതികളാണ്. എന്തിനാണെന്നറിയാം പ്രതിയായത്? അവർ മുമ്പ് കള്ളക്കേസ് എടുത്ത് പരാതി കൊടുത്ത് എന്നെ കള്ളക്കേസിൽ കുടുക്കിയതിനാണ്. അതിന് പിന്നിൽ നിന്നത് പി ശശിയാണ്. ഇപ്പോൾ നമുക്ക് സുനിൽ ഏത് കാര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്ന ആ വീഡിയോ നമുക്ക് പൂർണ്ണമായി കേൾക്കാം. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിനെതിരെയും വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല, വലിയ പൊളിറ്റിക്കൽ ഫണ്ടിംഗ് കൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലിൽ ഇരുന്ന് പോലും മുഖ്യമന്ത്രിയെ കൊലവിളിക്കുകയാണ്. ആത്മാഭിമാനമുള്ളവരായിരുന്നെങ്കിൽ പോയി ചത്തു കളഞ്ഞേനെ ഇത് കേട്ട. കാരണം ഉത്തരം മുട്ടിക്കുന്ന ചോദ്യശരങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തം മുതലാക്കുവാൻ ഒരു ദുരന്തരെയും ജനങ്ങൾ ഇനി അനുവദിക്കില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കാടടച്ച് വിമർശിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. തെറ്റിദ്ധാരണകൾ പടത്തുന്നവരെയും ഈ അവസരം മുതലെടുത്ത് ചൂഷണം നടത്തുന്നവരെയും വെറുതെ വിടരുത്. എന്നാൽ പ്രളയവും സുനാമിയും കേരളത്തെ വിഴുങ്ങിയപ്പോൾ ആടിനെ പറ്റും കുടുക്കപ്പൊട്ടിച്ചും വരെ അത്താഴപ്പണിക്കാരും കുഞ്ഞുങ്ങളും വരെ നൽകിയ പണം പോലും ഇരകൾക്ക് ലഭിച്ചില്ല. ആ ഇടപാടുകളിൽ യാതൊരു സുതാര്യതയും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികം. അതിനെ കേസെടുത്ത് വരട്ടെ ഇല്ലാതാക്കാം എന്ന് കരുതിയാൽ ജനങ്ങൾ ഒന്നടങ്കം പറയും, ഞങ്ങൾക്കത് മലരാണ്, ജയിലെങ്കിൽ ജയിലെന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാരുടെ കുടുംബസ്വത്തോ മുഖ്യമന്ത്രിമാരുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ല. ആ പണം ഒരു പുടുങ്ങാണ്ടിക്കും അവരുടെ സിബന്ധികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ചാർച്ചക്കാർക്കും പുട്ടടിക്കാനോ ആർമാദിക്കാനോ ഉള്ള പണവുമല്ല. ഒരു ജനത മുഴുവൻ ഒരു സംസ്ഥാനത്തിന്റെ നായകനെ നാലത്തരം കാണിക്കില്ല എന്ന് കരുതി വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു കരുതൽ നിധിയാണത്. വേണ്ട പോലെ ആവശ്യക്കാർക്ക് ആവശ്യമായ സമയത്ത് കൃത്യമായി സുതാര്യമായി നൽകും എന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ അതിലേക്ക് പണം നൽകുന്നത്. അതുകൊണ്ട് അതിന്റെ സുതാര്യതയും വിശ്വാസതയും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യം വളരെ വലുതാണ്. അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കപ്പെടുക തന്നെ വേണം, കറക്റ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വിമർശനങ്ങൾ അത്യാവശ്യമാണ്. അതിനെ ഭയക്കരുത്, തടയരുത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട്. സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചരണം നടത്തിയെന്നാരോപിച്ച് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി ഭാരതീയ ന്യായ സംഹിതയിലെ 192, 45, ദുരന്ത നിവാരണ നിയമത്തിലെ 51 എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തെറ്റിദ്ധാരണ വരുന്ന തരത്തിൽ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പോലും. തെറ്റിദ്ധാരണ വരുത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കുക തന്നെ വേണം.
എന്നാൽ മുൻകാല തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ ഇനി വഞ്ചിതരാകരുത് എന്ന വസ്തുതകളും സർക്കാരിന്റെ അനാസ്ഥ മൂലം ബന്ധപ്പെട്ട വകുപ്പുകൾക്കുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയും തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിച്ചു എന്ന് ന്യായം പറഞ്ഞ് കേസെടുത്ത് വിരട്ടാമെന്ന് കരുതരുത്. കാരണം ഇത് കിങ് ജോങ് ഉൻ ഭരിക്കുന്ന ഉത്തര കൊറിയയല്ല. ഇത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ്. ഇവിടെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പ്രതികരിക്കുവാനുള്ള അവകാശമുണ്ട്. അന്തംഗമിയുടെ നിർദ്ദേശപ്രകാരം പോലീസിന് ഇന്ത്യൻ പീനൽ കോഡും ബാല്യന്യായ സംഹിതയും ഒക്കെ പലപ്പോഴും എടുത്ത് ദുരുപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികളിൽ അപ്പോഴെല്ലാം നാണം കെട്ടിട്ടുണ്ട്. അപ്രകാരം ചെയ്താൽ ഇനിയും നാണം കെടും എന്ന് മാത്രം ഓർത്തുകൊള്ളുക. കേരള സംസ്ഥാനം തീരത്ത് കിട്ടിയ മുതലാളിമാർ ഒന്നും നോക്കാതെ 5 കോടിയും 10 കോടിയും വായു തരുമ്പോൾ അതിന്റെ ടാക്സ് ബെനിഫിറ്റും PR ബെനിഫിറ്റും അവർക്ക് കിട്ടുന്നു. എന്നാൽ മുറുക്കി കൊടുത്ത് സാധാരണ ജനങ്ങൾ നൽകുന്ന പണം അങ്ങനെയല്ല. അവരുടെ പണം നഷ്ടപ്പെട്ടാൽ യാതൊരു ഒഴുക്കുമില്ലാതെ വെട്ടിത്തിന്നാൽ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള വിഷയം ഇതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിമർശനാതീതമോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ നിങ്ങളുടെ മുൻകാല അനുഭവം എന്താണ്? ഇനിയും നാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് പണം നൽകണം. നേരിട്ട് നമുക്ക് എങ്ങനെ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാം? യഥാർത്ഥത്തിൽ ആരാണ് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ? നിങ്ങളുടെ പ്രതികരണത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു.